إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا أما بعد فقد قال الله تعالى في كلامه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. وقال النبي عليه الصلاة والسلام عليكم بقيام الليل فإنه دأب الصالحين قبلكم. സത്യവിശ്വാസികളെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. നമസ്കാരത്തിൽ ഫർളായ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുള്ള നമസ്കാരമാണ്. ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് എന്നൊക്കെ നമ്മൾ പറയുന്ന വർഷം മുഴുവനും നിർവഹിക്കാനുള്ള നമസ്കാരം. അതിനെക്കുറിച്ച് ഖുർആനിൽ 10-ലധികം ആയത്തുകൾ കാണാം. സ്വർഗത്തിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതിഫലം അല്ലാഹു തആല രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർക്ക് തയ്യാർ ചെയ്തിരിക്കുകയാണ്. മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ പോലും വഴികെട്ട് ജീവിച്ചവർക്കിടയിൽ, ഒരുപാട് ദുർഗുണങ്ങൾ ഉള്ളവർക്കിടയിൽ നിന്നും രാത്രി നമസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ചിരുന്ന ആളുകളെ അല്ലാഹു തആല പ്രത്യേകം പ്രശംസിക്കുന്നതായിട്ട് കാണാം. എല്ലാ സമയത്തും നമ്മൾ അല്ലാഹുവിനോട് അങ്ങോട്ട് ചോദിക്കുന്നു, ദുആ ചെയ്യുന്നു. രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ, അത് അതിൻ്റെ മധ്യഭാഗത്തിന് ശേഷം അല്ലെങ്കിൽ അവസാനത്തെ 1/3 ഭാഗത്ത് അല്ലാഹു തആല അടിമയോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണ്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കൂ, ഞാൻ നൽകാം. പാപമോചനം ചോദിച്ചാൽ പുറത്തു തരാം, വിഭവങ്ങൾ ചോദിച്ചാൽ അത് നൽകാം. അങ്ങനെയുള്ള പുണ്യമുള്ള ഒരു അമലാണ് രാത്രി നമസ്കാരം. ഈ രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രതിഫലം കൂടുതൽ കിട്ടുന്നതിനെ സഹായിക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്. അതിൻ്റെ ദൈർഘ്യവും സൗന്ദര്യവും അതിലെ ഭയഭക്തിയും അതിലോതുന്ന ഖുർആനിൻ്റെ അളവും ആ ഖുർആൻ പാരായണത്തിൻ്റെ ഭംഗിയും ഒക്കെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഫർളായ നമസ്കാരങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം രാത്രി നമസ്കാരം പതിവാക്കിയിരുന്നു. ദീർഘനേരമുള്ള നമസ്കാരം. രാത്രിയുടെ പകുതി അല്ലെങ്കിൽ 1/3 അവർ നിന്ന് നമസ്കരിച്ചിരുന്നു. ചില സഹാബി വനിതകളൊക്കെ ക്ഷീണം കൊണ്ട് വീണു പോകാതിരിക്കാൻ വേണ്ടി കയറിൽ അവരെ ബന്ധിപ്പിച്ചിരുന്നു. അതായത് ക്ഷീണം കാരണം വീണു പോകാതിരിക്കാൻ വേണ്ടി. അല്ലാഹു തആല സൂറത്തുൽ മുസമ്മിലിൻ്റെ അവസാനത്തിൽ ആ നമസ്കാരത്തിൽ ഇളവ് നൽകിക്കൊണ്ട് ആയത്തിറക്കി. നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിതോപാധികൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ട്, നിങ്ങളിൽ രോഗികളുണ്ട്, മറ്റു പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട് എന്നവനറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും നമസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇളവ് നൽകി. ആ നമസ്കാരത്തിന് സൂറത്തുൽ മുസമ്മിൽ അതിൻ്റെ തഫ്സീറോടുകൂടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതിയത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് അമലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു തആല നൽകിയ നിർദ്ദേശം, താങ്കൾക്ക് പകൽ ഒരുപാട് ജോലികളുണ്ട്, രാത്രി സമയമാകട്ടെ ശാന്തമായ സമയമാണ്, ഹൃദയത്തിൽ കാര്യങ്ങൾ പതിയുന്ന സമയമാണ്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഖുർആൻ ഓതുകയും ദീർഘനേരം നിന്ന് നമസ്കരിക്കുകയും ചെയ്യണം. അങ്ങനെ നബി തങ്ങൾ സഹാബാക്കൾക്ക് അത് പഠിപ്പിച്ചു. സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അത് പതിവാക്കി. റമദാനിൽ ഈ നമസ്കാരത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. രാത്രി നിർവഹിക്കുന്ന നമസ്കാരത്തിൽ അതിൻ്റെ നിർവഹിക്കപ്പെടുന്ന സമയവും റക്അത്തുകളുടെ എണ്ണവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന് വ്യത്യസ്ത പേരുകളുണ്ടാകും. ഇനി ഒരു വ്യക്തി ആ വിശേഷണങ്ങൾ ഒത്തുവരാത്ത രൂപത്തിൽ ഒറ്റ റക്അത്തോ അല്ലെങ്കിൽ മൂന്ന് റക്അത്തോ ദീർഘമായി നമസ്കരിച്ചാൽ ചിലപ്പോൾ ചില പേരുകൾ ആ നമസ്കാരത്തിന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലം രാത്രിയിൽ നമസ്കരിക്കുന്ന എല്ലാവർക്കും കരസ്ഥമാകുന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ ഒരൊറ്റ റക്അത്ത് നമസ്കരിച്ചിട്ടുള്ളൂ, അതിനിടയിൽ വിശ്രമിച്ചിട്ടൊന്നുമില്ലെങ്കിൽ അയാളുടെ നമസ്കാരത്തിന് സാങ്കേതികമായിട്ട് തറാവീഹ് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതിന് തഹജ്ജുദ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണം. ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തഹജ്ജുദ് എന്ന് പറയാൻ, ഖിയാമുൽ ലൈൽ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ വരുന്നതും അതുപോലെ അതില്ലാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരുകൾ സാങ്കേതികമായി വരികയും വരാതിരിക്കുകയും ചെയ്യും. പക്ഷെ പ്രതിഫലം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഒരാൾ ഒരു 6 റക്അത്താണ് നമസ്കരിച്ചത്, 7 റക്അത്താണ് നമസ്കരിച്ചത്, റമദാനിലാണ്, ഇടയിൽ വിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊറ്റയിൽ അവസാനിച്ചതുകൊണ്ട് അതിന് വേണമെങ്കിൽ വിത്ർ എന്ന് പറയാം. ഇടയിൽ വിശ്രമിച്ചത് കൊണ്ട് തറാവീഹ് 20 ആക്കിയിട്ടില്ല, 11 ആയിട്ടില്ല. അദ്ദേഹം 7 റക്അത്ത് നമസ്കരിച്ചു, തറാവീഹാണ് നമസ്കരിച്ചത്. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് നിസ്കരിച്ചത്. തഹജ്ജുദ് എന്നും പറയാം, ഖിയാമുൽ ലൈൽ എന്നും പറയാം. അദ്ദേഹത്തിന് കഴികെട്ടിയത് 12 മണിക്കാണ്. ഈ രാത്രിയുടെ അവസാനത്തെ ഭാഗവും ഒക്കെ അദ്ദേഹത്തിന് കരസ്ഥമായി. ഒരുപക്ഷെ 20ഉം 11ഉം ഒക്കെ നമസ്കരിച്ചവരെക്കാൾ വലിയ പ്രതിഫലം ഈ 7 നമസ്കരിച്ച ആൾക്ക് കിട്ടും. ഈ രൂപത്തിലാണ് ഈ ഒരു 50 കൊല്ലം മുമ്പ് വരെ പണ്ഡിതന്മാർ ഇതിനെ കണ്ടിട്ടുള്ളൂ. ഇതിൽ ഒരു വിവാദവുമില്ല. ഈ വിഷയത്തിൽ സലഫികളും മറ്റ് പ്രസ്ഥാനങ്ങളും തമ്മിൽ യാതൊരു തർക്കവുമില്ല. മുഹദ്ദിസുകൾ ഇതിൽ ഉത്തമമായത് ഇതാണോ ഉത്തമം, ഇതാണോ ഉത്തമം, ഇതാണോ കൂടുതൽ ശ്രേഷ്ഠം, ഇതാണോ കൂടുതൽ ശ്രേഷ്ഠം എന്ന നിലയിലല്ലാതെ തെറ്റ് ശരി, സുന്നത്ത് ബിദ്അത്ത്, ഹലാൽ ഹറാം, ഹക്ക് ബാത്തിൽ എന്ന പദം തന്നെ ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഒരു 50 വർഷം മുമ്പ് വന്ന പരിഗണിക്കപ്പെടുന്ന ഒരു പണ്ഡിതന്റെ പേര് പോലും തറാവീഹിൽ ഇന്ന് കാണുന്ന രൂപം ബിദ്അത്താണ്, അത് ഹറാമാണ്, അല്ലെങ്കിൽ തെറ്റാണ്, ഒഴിവാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഉദ്ധരിക്കുക സാധ്യമല്ല. ചുരുക്കത്തിൽ ഈ രീതിയിലാണ് പണ്ഡിതന്മാർ ഈ നമസ്കാരത്തെ കണ്ടത്. നിരുപാധികം എല്ലാത്തിനും ഒരു പേരാണ് എല്ലാ സമയത്തുമെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ തീർത്തും വ്യത്യസ്തമാണ്, ഓരോന്നും പ്രത്യേകം നമസ്കരിക്കേണ്ടി വരും എന്നും പറയാൻ സാധിക്കുകയില്ല. കാരണം നബിതങ്ങൾ തറാവീഹ് നമസ്കരിച്ച ആ ദിവസത്തിൽ വളരെ വ്യക്തമാണ്, അന്ന് തഹജ്ജുദ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ നമസ്കരിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം സുബഹി ബാങ്കിനോട് അടുത്ത സമയത്താണ് തങ്ങളുടെ തറാവീഹ് അവസാനിച്ചത്. ആ ഹദീസുകൾ ഇൻഷാ അല്ലാഹ് അവിടെ വായിക്കാം. ഇപ്പം നമസ്കരിക്കുന്ന രീതിയും സമയവും അതിൽ ഒത്തുവരുന്ന വിശേഷണങ്ങളും ഘടകങ്ങളും അനുസരിച്ച് അതിൻ്റെ പേര് സാങ്കേതികമായി വരികയും വരാതിരിക്കുകയും ചെയ്യും. പക്ഷെ പ്രതിഫലം കരസ്ഥമാവുക, കൂടുതൽ പുണ്യം കിട്ടുക, പുണ്യം കൂടുതൽ ലഭിക്കാൻ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ വരികയും വരാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രൂപങ്ങൾ കൂടുതൽ ഉത്തമവും ചിലത് അതിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞതുമൊക്കെ ആയിത്തീരും. എല്ലാം നല്ലതാണ്, കൂടുതൽ ശ്രേഷ്ഠവും ശ്രേഷ്ഠത കുറഞ്ഞതുമായ കാര്യങ്ങൾ എന്ന നിലയിൽ മാത്രം വരും. എന്നാൽ ഇതിൽ തെറ്റായ വാദങ്ങൾ കടത്തിക്കൂട്ടുമ്പോൾ നമ്മൾ അറിയാതെ മുഴുവൻ ഉമ്മത്തിനെയും വഴികെട്ടവരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്, ഒരു തെറ്റായ ബിദ്അത്താകുന്ന ഒരു വാദത്തിലേക്കാണ് ഈ മിതവാദം ഒഴിവാക്കുന്നതിലൂടെ പല ആളുകളും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഇതിൽ
തറാവീഹിന് പള്ളിയിൽ വരാൻ സാധിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ടൊരു 4 റക്അത്തൊക്കെ നമസ്കരിച്ചിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ട് പോകേണ്ടതാണ്, പക്ഷെ തറാവീഹ് മുടക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് ഒരു 6 റക്അത്തിൽ പങ്കെടുത്തിട്ട് പോകുന്നവരുണ്ട്, 12 റക്അത്ത് നിർവഹിച്ചിട്ട് പുറകിൽ പോയിരുന്ന് ഖുർആൻ ഓതുന്നവരുണ്ട്, 10 കഴിഞ്ഞിട്ട് വേറെ വാദങ്ങളൊന്നുമില്ല, വേറെ കാഴ്ചപ്പാടുകളൊന്നുമില്ല, 10 കഴിഞ്ഞ് പോകുന്നവരുണ്ട്. ഇവർക്കാർക്കും തറാവീഹിൻ്റെ ഒരു പ്രതിഫലവും കിട്ടിയിട്ടില്ല, ഇവർ തെറ്റുകാരാണ് എന്നാർക്കും പറയാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് 6ൻ്റെ പ്രതിഫലം കിട്ടും, 12-ാക്ക് 12-ൻ്റേത് കിട്ടും, 10-ാക്ക് 10-ൻ്റേത് കിട്ടും, 16-ാക്ക് 16-ൻ്റേത് കിട്ടും. ഓരോരുത്തർക്കും അവരുടെ സൗകര്യം അനുസരിച്ച് കിട്ടും. അവർ ചെയ്ത ആ അമലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രതിഫലം ഓരോരുത്തർക്കും കിട്ടും. ഇനി ഒരാൾക്ക് വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അയാൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് തറാവീഹ് ചിട്ടയോടെ നമസ്കരിക്കാൻ പറ്റൂ, കുട്ടികൾ അടങ്ങിയിരിക്കൂ. ഇന്ന് വീട്ടിൽ കുറച്ച് ഖുർആൻ ഓതിയാൽ വീട്ടിലും ഹൈറും ബർക്കത്തൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹമുണ്ട്. കുട്ടികളെ നമസ്കാരം പഠിപ്പിക്കാനുള്ള ഉദ്ദേശമുണ്ട്. അവർ വീട്ടിൽ നിന്ന് കൈകെട്ടി എത്ര നേരം വരെ സമാധാനത്തിൽ നിസ്കരിക്കാൻ പറ്റുമോ അതുവരെ നമസ്കരിക്കാം. ഒരു 6 ആയപ്പം എന്തെങ്കിലും തടസ്സം വന്നു, ഒറ്റയിൽ അവസാനിപ്പിച്ചു, നമസ്കാരം നിർത്തി. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ഇതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഉത്തമമായ കാര്യങ്ങൾ ഇതിൻ്റെ ഓരോ വിഷയത്തിലും വ്യക്തിക്കനുസരിച്ച് സാഹചര്യമനുസരിച്ച് ഈ പ്രതിഫലം കൂടുകയും കുറയുകയും ചെയ്യുന്ന ഘടകങ്ങൾ ഒത്തുവരുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പ്രാഥമികമായി സ്വീകരിച്ച രീതി. ഇനി നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചോദ്യോത്തര സെഷനിൽ ചില വാക്കുകളും കടുത്ത വാക്കുകൾ നമുക്ക് ശക്തമായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഞാനീ പറഞ്ഞതുപോലെ ഏതെങ്കിലും റക്അത്ത് നമസ്കരിക്കുന്ന ആളുകളെ പറ്റിയല്ല, വേറെ വാദങ്ങളൊന്നും ഇല്ലാതെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതെ അറിവില്ലാത്ത കാര്യങ്ങൾ പറയാതെ നമസ്കരിച്ച് മിണ്ടാതെ പോകുന്ന ആളുകളെ പറ്റിയല്ല, മറിച്ച് ഇതിൽ അതിവാദം കൊണ്ട് നടക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സ്വന്തം ആശയക്കാരായ പണ്ഡിതന്മാരിലെ 97% എതിരായി നിന്നിട്ടും അതിലേതെങ്കിലും 1-2 പേരുടെ വഴിതെറ്റിയ അഭിപ്രായങ്ങൾ അത് പണം ഉപയോഗിച്ച് ലൈറ്റും സൗണ്ടും ഉപയോഗിച്ച് അത് ജനങ്ങൾക്കിടയിൽ പ്രോപ്പഗണ്ട നടപ്പിലാക്കുന്ന രീതിയിൽ നടപ്പിലാക്കുകയും അതിന് മാറ്റമായിട്ടുള്ള എല്ലാ തെളിവുകളും പോളിത്തീൻ കവർ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ്. അല്ലാതെ ഒരു പ്രസ്ഥാനത്തിലുള്ള മിതവാദികളെ പറ്റിയല്ല. ഞാനീ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസ്ഥാനത്തിലും പെടാത്ത, എന്നാൽ തറാവീഹ് കഴിവനുസരിച്ച് ഏതാനും റക്അത്തുകൾ നമസ്കരിച്ച് പോകുന്നവരെ പറ്റിയോ അല്ല. അത് പ്രാഥമികമായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തറാവീഹും അതിനുശേഷം സഹാബാക്കളുടെ കാലത്ത് അതിന് നടപ്പിലാക്കിയ രീതിയും ഒക്കെ വിവരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് 20 റക്അത്ത് സുന്നത്താണ് എന്ന് 4 മദ്ഹബിൻ്റെ ഇമാമുകളും മുഹദ്ദിസുകളും ഫുഖഹാക്കളും ഉമ്മത്തിലെ എല്ലാ വിഭാഗം ആലിമീങ്ങളും സലഫികളും ഇബ്നു തൈമിയ മുതൽ ഇബ്നു ബാസ് വരെ വന്ന ഒറിജിനൽ സലഫികൾ ഒന്നടങ്കം ഏകസ്വരത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമാകും. ആദ്യമായി ഈ തറാവീഹ് 20 ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകൾ ആദ്യം ഒഴിവാക്കേണ്ടത് തറാവീഹ് എന്ന പേരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു പേര് ഈ നമസ്കാരത്തിന് വെച്ചതായി കാണുക സാധ്യമല്ല. അപ്പം അങ്ങനെ പേര് വെക്കാത്തത് കൊണ്ട് ആ ഒരു പേര് ബിദ്അത്താണെന്ന് അർത്ഥമില്ല. പക്ഷേ ഇവരുടെ തിയറി പ്രകാരം, അവരുടെ പ്രിൻസിപ്പിൾ, അവരുടെ മൻഹജ് ഉണ്ട്. ആ മൻഹജ് എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ആ മൻഹജ് പ്രകാരം അത് ബിദ്അത്താണ്. കാരണം മഗ്രിബിന് ശേഷമുള്ള സുന്നത്തായ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു. അതിന് 6 20 റക്അത്തുകളുടെ എണ്ണമില്ലെങ്കിലും ഏതാനും റക്അത്തുകൾ സുന്നത്ത് നമസ്കരിക്കുന്നത് നല്ലതാണ്. ഇശാ വരെ നീണ്ടുപോയ റിവായത്തുകൾക്കും അസലുണ്ട് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇമാം ഷൗക്കാനിയും ഷെയ്ഖ് അബ്ദുറഹ്മാൻ മുബാറക്പൂരി, ഇന്ത്യയിലെ ഏറ്റവും വലിയ സലഫി ഹദീസ് വിശാരദനായ അബ്ദുറഹ്മാൻ മുബാറക്പൂരി ഒക്കെ പറയുമ്പോൾ ആ നിസ്കാരം ബിദ്അത്താണ്, അത് തബ്ലീഗുകാർ പ്രചരിപ്പിക്കുന്ന ബിദ്അത്താണ്, അതിന് അവ്വാബ് എന്ന പേര് പറയാൻ തന്നെ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഷഅബാൻ 15-ാം രാവിന് പുണ്യമുണ്ട് എന്ന ഹദീസ് അവരുടെ ഏറ്റവും വലിയ ഹീറോയായ അൽബാനി സുഹഫി പോലും അംഗീകരിക്കുന്ന 15-ാം രാവിന് പുണ്യമുണ്ടെന്ന് പറയുമ്പോൾ
ആ പുണ്യത്തെ നിഷേധിക്കുന്നു. അപ്പോൾ അവസാനം ഈ വർഷം ഷഅബാനിന് പുണ്യമുണ്ടെന്ന് പറഞ്ഞു, 15-ന് പുണ്യമുണ്ടോ ഇല്ലേ എന്നത് വളരെ മനോഹരമായിട്ട് മിണ്ടാതെ പോയി അവരുടെ പ്രഭാഷകരൊക്കെ. കാരണം അതിന് പുണ്യമുണ്ട് എന്നത് മനസ്സുകൊണ്ട് അംഗീകരിച്ചു തുടങ്ങി. അപ്പോൾ ആ രാത്രിക്ക് നരകമോചനം നൽകുന്നതിൻ്റെ പേരിൽ ബറാഅത്ത് രാവ് എന്ന് പേര് വെച്ചു. ഷഅബാനിൻ്റെ 15-ന്റെ രാവ് എന്നാണ് ഹദീസിൽ പറഞ്ഞ പേര്, ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ. അപ്പോൾ അതിന് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത് ബിദ്അത്താണെങ്കിൽ, മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം സാലിഹ്യങ്ങളാണ് പതിവാക്കാറുള്ളത്, അതുകൊണ്ട് അതിന് അവ്വാബീൻ എന്ന പേര് വന്നത് ബിദ്അത്താണെങ്കിൽ തറാവീഹ് എന്ന പേര് ബിദ്അത്താണ്. കാരണം ഇവരുടെ തിയറി പ്രകാരം, ഇവരുടെ പ്രിൻസിപ്പിൾ പ്രകാരം ആ പേര് ബിദ്അത്താണ്. കാരണം അത് നബിതങ്ങൾ വെച്ച പേരല്ല, അതിൽ ഇടയിൽ വിശ്രമിക്കുന്നതിനാൽ വന്ന പേരാണ്. സ്വാലിഹീങ്ങൾ നമസ്കരിക്കുന്നതിനാൽ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അവ്വാബീൻ എന്നും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാൽ ഷഅബാൻ 15-ാം രാവിന് ബറാഅത്ത് രാവ് എന്നൊക്കെ പേര് വന്നതുപോലെ വന്ന പേരാണ് ഈ തറാവീഹ് എന്നത്. അതുകൊണ്ട് ആദ്യം ഇവർ തറാവീഹ് എന്ന പേര് ഇവർക്കിടയിൽ നിരോധിച്ചിട്ട് ഖിയാമു റമദാൻ എന്ന പേര് നടപ്പിലാക്കുകയാണ് അവരുടെ തിയറി പ്രകാരം ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് എന്ന പേര് അതിന് വെച്ചത് ഹാജരാക്കണം. നമുക്കത് അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ അവ്വാബീൻ എന്ന പേരിന് കുഴപ്പമില്ല, ബറാഅത്ത് രാവ് എന്ന പേരിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ തെറ്റായ വാദങ്ങൾക്കൊരു 3 ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതാണ് ധാർമ്മികത ഉണ്ടെങ്കിൽ, അല്പം അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ, ദീന് പറയുന്നതിൽ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖിയാമു റമദാനിൽ എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ രാത്രി നമസ്കാരത്തിന്, തറാവീഹിന് വ്യവസ്ഥാപിതമായ ഒരു രൂപമോ ജമാഅത്തോ ഉണ്ടാക്കിയിട്ടില്ല. തങ്ങളുടെ പ്രവൃത്തി മാത്രമേ ഞാൻ പിൻപറ്റൂ എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ലത് റമദാനിലെ 23-നും 25-നും 27-നും മാത്രം ഒരു തറാവീഹ് സംഘടിപ്പിക്കലാണ്. കാരണം നബിതങ്ങൾ ആ രാത്രികളിൽ മാത്രം നമസ്കരിച്ച രേഖകളാണ് ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യം ആ 3 നടപ്പിലാക്കുക. പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അധികമുള്ള രാത്രികളും കൂടെ എടുക്കലാണ് നല്ലത്. ഇമാം ബുഖാരി ഈ സംഭവം രേഖപ്പെടുത്തി. ഇമാം തിർമിദി സഹീഹായ സനദോടുകൂടെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തി. ആ ജമാഅത്ത് തന്നെ വ്യവസ്ഥാപിത ജമാഅത്തായിരുന്നില്ല, മറിച്ച് ആളുകൾ അതിൽ വന്ന് ചേരുകയാണ് ചെയ്തത്. ഫസല്ല റിജാലുൻ ബിസലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നമസ്കാരത്തിൽ പലരും വന്ന് കൂടുകയാണ് ചെയ്തത് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താണ്. ബുഖാരിയിൽ തറാവീഹിനെ കുറിച്ചുള്ള ഹദീസുകൾ വരുന്നത് നോമ്പിൻ്റെ അധ്യായത്തിന് ശേഷമാണ്. അതായത് ബുഖാരി വഹീനെ കുറിച്ചുള്ള ഹദീസുകൾ പറഞ്ഞ് ഇൽമിൻ്റെ ഫളീലത്തും ഈമാനിൻ്റെ അധ്യായങ്ങളൊക്കെ പറഞ്ഞ് വുളു നമസ്കാരം ഒക്കെ പറഞ്ഞ് രാത്രി നമസ്കാരം, വിത്ർ, തഹജ്ജുദ് ആ അധ്യായങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പിൻ്റെ അധ്യായത്തോട് ചേർന്നുകൊണ്ട് പ്രത്യേകമായൊരു പുസ്തകം കിതാബു സലാത്തി തറാവീഹ് എന്ന് പറഞ്ഞുകൊണ്ട് 6 അധ്യായങ്ങളുള്ള ഒരു ഭാഗം, 6 ഹദീസുകളുള്ള ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിൽ കാണാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് റമദാനിൽ ചെയ്തത് എന്നതിൽ പറയുന്നുണ്ട്. ഇമാം തിർമിദി അതിനെ വിശദീകരിക്കുന്നുമുണ്ട് സഹീഹായ സനദോടുകൂടെ. ബുഖാരിയിലുള്ളത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ ലൈലതൻ മിൻ ജൗഫിൽ ലൈൽ ഫസല്ല ഫിൽ മസ്ജിദ് വസല്ല റിജാലുൻ ബിസലാത്തിഹി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വന്നു നമസ്കരിച്ചു. തങ്ങൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടത്തിൽ കൂടി. ഒരു ഔദ്യോഗിക ജമാഅത്ത് തങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അങ്ങനത്തെ ജനങ്ങൾക്കിടയിൽ സംസാരമായി, എല്ലാവരും അറിഞ്ഞു. അതൊരു 23-ാം രാവായിരുന്നു എന്ന് തിർമിദിയിൽ കാണാം. 24-ാം രാവിന് തങ്ങൾ വന്നില്ല, 25-ാം രാവിന് തങ്ങൾ വന്നു. അന്ന് രാത്രിയുടെ പകുതി വരെ തങ്ങൾ നമസ്കരിച്ചു. حتى بقي 7 من الشهر فقام بنا حتى ذهب ثلث الليل ثم لم يقم بنا في السادسة وقام بنا في الخامسة حتى ذهب شطر الليل. രാത്രിയുടെ പകുതി വരെ. فقلنا له يا رسول الله لو نفلتنا بقي الليل. നബി രാത്രി ബാക്കി ഭാഗം കൂടെ നമസ്കരിച്ചാൽ എന്താണ് നബി എന്ന് സഹാബാക്കൾ ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇമാമിനോടൊപ്പം നമസ്കരിച്ച് അവസാനം വരെ പങ്കെടുത്താൽ അയാൾക്ക് രാത്രി മുഴുവനും നമസ്കരിച്ച് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ നമസ്കാരം അവസാനിപ്പിച്ചു. 26-ാം രാവിന് തങ്ങൾ വന്നില്ല.
27-ാം രാവിന് തങ്ങൾ വന്നു. വദഅ അഹ്ലഹു വനിസാഅഹു, വന്ന് തങ്ങൾ തങ്ങളുടെ കുടുംബക്കാരെയും സ്ത്രീകളെയും വിളിച്ചു. ഫഖാമ ബിനാ, ഞങ്ങളുമായി നമസ്കരിച്ചു. ഹത്താ തഖവ്വഫ്നൽ ഫലാഹ ഖുൽതു ലഹു വമൽ ഫലാഹു ഖാല അസ്സുഹൂർ. നമസ്കാരം ദീർഘിച്ചു പോയി. അത്താഴം നഷ്ടപ്പെട്ടു പോകുമോ, സുബഹി ബാങ്ക് കൊടുത്ത് പോകുമോ എന്ന് ഞങ്ങൾക്ക് ഭയം തോന്നിപ്പോയി. എന്നാൽ സുബഹിയുടെ അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം അവസാനിപ്പിച്ചു. അതായത് ആദ്യത്തെ 23-ാം രാവിലെ നമസ്കരിച്ചു, 24-ാം രാവിലെ നമസ്കരിച്ചില്ല, 25-ാം രാവിലെ നമസ്കരിച്ചു, 26-ൽ നമസ്കരിച്ചില്ല, 27-ാം രാവിലെ നമസ്കരിച്ചു. 28-ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന കാര്യം എനിക്കറിയാം, പക്ഷേ ഈ നമസ്കാരം ഫർലാക്കപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത്. ഈ 3 രാവുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അത് തന്നെ 3 രൂപത്തിലാണ്. ആദ്യത്തേത് രാത്രിയുടെ 1/3 വരെ, 25-ാം രാവിലെ രാത്രിയുടെ പകുതി വരെ, 27-ാം രാവിലെ നമസ്കരിച്ചത് രാത്രിയുടെ അവസാനം വരെ. ആ 3 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര നമസ്കരിച്ചു എന്നതിനെപ്പറ്റി ഇവരുടെ നിദാനശാസ്ത്ര പ്രകാരം സഹീഹാകുന്ന ഒരു ഹദീസും ഇല്ല. എന്നാലും ആവശ്യമനുസരിച്ച് നിദാനശാസ്ത്രത്തെ അട്ടിമറിക്കുന്ന സ്വഭാവം സൂക്ഷ്മതയുള്ള സലഫി പണ്ഡിതന്മാർക്ക് അല്ലാത്ത സലഫികൾ 2 തരമായിട്ടേ സലഫികളെ കാണാൻ സാധിക്കൂ. ഇബ്നു തൈമിയ മുതൽ ഇബ്നു ബാസ് വരെയുള്ള ഫിഖ്ഹും ഉസൂലുമുള്ള സലഫികൾ, അതെന്തോ ഉസൂലായിക്കോട്ടെ, അവർക്കൊരു നിദാനശാസ്ത്രമുണ്ട്, അവർക്കൊരു ചിട്ടയുണ്ട് എങ്ങനെ പ്രമാണങ്ങളെ സമീപിക്കണം എന്നതിന്. ഉസൂലും ഫിഖ്ഹും ഇല്ലാത്ത ഒരു വിഭാഗം. ഈ ഫിഖ്ഹും ഉസൂലും ഇല്ലാത്ത വിഭാഗത്തിൻ്റെ നായകൻ ഷെയ്ഖ് അൽബാനിയാണ്. അൽബാനി ഷെയ്ഖില്ലാതെ പഠിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ, 100 കണക്കിന് തെറ്റുകൾ, പിഴവുകൾ അദ്ദേഹത്തിന് എല്ലാ വിജ്ഞാനങ്ങളിലും ഉണ്ട്. അഖീദയിലും ഹദീസിലും ഫിഖ്ഹിലും ഉസൂലുൽ ഫിഖ്ഹിലും ഉസൂലുൽ ഹദീസിലും എല്ലാത്തിലും. അദ്ദേഹത്തിന് സൗകര്യപ്പെടുന്നത് പ്രകാരം ഉസൂലുൽ ഹദീസിനെ അട്ടിമറിക്കുന്ന പണിയുണ്ട്. അപ്പം അങ്ങനെ ഈ 3 രാവുകളിൽ നമസ്കരിച്ച എത്ര റക്അത്ത് നമസ്കരിച്ചു എന്നതിന് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് നമ്മുടെ മുഹദ്ദിസുകൾ സ്വീകാര്യമാണെന്ന് പറഞ്ഞു. അവരുടെ രീതി അനുസരിച്ച് മറ്റു ഹദീസുകളുമായി താരതമ്യം ചെയ്ത് ആ നമസ്കാരത്തിൻ്റെ പൊതുവായ സ്വഭാവം നോക്കി, മറ്റു മാനദണ്ഡങ്ങളും നോക്കി. എന്നാൽ ഇവരുടെ മാനദണ്ഡം ഒരു ഗൂഗിൾ വഴിയാണ്. അതായത് റാവിയുടെ പേരടിക്കുക, എന്താണോ വരുന്നത് ബസ് ഒറ്റ വിധി, അപ്പുറം ഇപ്പുറം ചിന്തിക്കുന്നത്. അതായത് ഈ ബുക്ക് നോക്കി ഡ്രൈവിംഗ് പഠിച്ചവനെ പോലെയാണ്, അല്ലെങ്കിൽ ഇന്നലെ പഠിച്ചിറങ്ങിയ ഡോക്ടറെ പോലെയാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെ പോലെ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വൈദഗ്ധ്യമുള്ള ഒരു മുഹദ്ദിസിന്റെ രീതിയല്ല ഇത്. അപ്പം അതുകൊണ്ട് ഈസ ഇബ്നു ജാരിയ എന്ന വ്യക്തിയുള്ള സനദാണ് ആ ഹദീസിനുള്ളത്. ഈസ ഇബ്നു ജാരിയ പണ്ഡിതന്മാരെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ്. യഹ്യ ഇബ്നു മഈൻ, അബൂ ദാവൂദ്, ഇമാം സാജി, ഇമാം ഉഖൈലി, ഇബ്നു അദി എല്ലാവരും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. നസഈ പറഞ്ഞു മുൻകറുൽ ഹദീസാണ്, മത്രൂക്കാണ്, ഫീഹി ലീനുൻ, അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങളുണ്ട്, ഒരു വിധം ളുഅഫുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസ് തങ്ങളുടെ നേരത്തെ തീരുമാനിച്ച തീരുമാനത്തിന് അനുകൂലമാണെന്ന് കണ്ടുകൊണ്ട് അവർ സഹീഹാണെന്ന് പറയാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത് സലഫികളിൽ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന, ഷെയ്ഖ് അബ്ദുൽ ഫഖീഹ് പറയുന്ന, അവരുടെ ലജനത്തു ദായിമയുടെയും ഹയ്യത്തു കിബാരിൽ ഉലമാഇന്റെയും ഹദീസിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ പരിശോധിക്കുന്ന, അതിൻ്റെ ടെക്നിക്കൽ ഉപദേശം നൽകുന്ന ഷെയ്ഖ് ഇസ്മായിൽ അൻസാരി പറയുന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന് വ്യവസ്ഥാപിതമായ രൂപമോ ജമാഅത്തോ ഉണ്ടാക്കിയിട്ടില്ല. ഇമാം ബുഖാരി പറഞ്ഞു, അതിനുശേഷം ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിച്ചു, അതിന് ശേഷമുള്ള രാവുകളിൽ തങ്ങൾ വന്നില്ല, തങ്ങൾ ജമാഅത്ത് ഒഴിവാക്കി. ആ അവസ്ഥയിലാണ് വതൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറു അലാ ദാലിക്, ജമാഅത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അങ്ങനെയായിരുന്നു ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലം കടന്നുപോയത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആദ്യ വർഷങ്ങളും അങ്ങനെയാണ് കടന്നുപോയത്. അതിനുശേഷമാണ് ഒരു ഏകീകൃത ജമാഅത്ത് ഉണ്ടാക്കിയത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെ റെഗുലർ ജമാഅത്ത് തറാവീഹിനെ നടപ്പിലാക്കുന്നുണ്ടോ, അത് 11 ആണെങ്കിലും 20 ആണെങ്കിലും അവർ മുഴുവനും പിൻപറ്റുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ജമാഅത്താണ്. ഒരു ഇമാമിൻ്റെ കീഴിൽ
ചിട്ടയോടെയുള്ള വ്യവസ്ഥാപിതമായ ഒരു ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് നബി തങ്ങൾ 3 ദിവസം നമസ്കരിച്ച നമസ്കാരം, അല്ലെങ്കിൽ റമദാനിലും അല്ലാത്തപ്പോഴും നമസ്കരിച്ച നമസ്കാരങ്ങൾ, അതിൽ പ്രവർത്തിച്ചതും നമ്മൾ പരിഗണിക്കും. തങ്ങളുടെ വാക്കുകളും പരിഗണിക്കും, തങ്ങളുടെ ഉദ്ദേശവും പരിഗണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും രാത്രി നമസ്കാരത്തെക്കുറിച്ച് ദീനിൽ തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അതിന് നമ്മളൊരു വിധി പറയാം. മുഹദ്ദിസുകൾ, ഫുഖഹാക്കൾ 10 ആയത്തും 30-30ലധികം ഹദീസുകളൊക്കെ ഉള്ളൊരു വിഷയത്തിൽ ഏതെങ്കിലും പ്രോപ്പഗണ്ട ഉപയോഗിച്ച് പ്രചരിപ്പിച്ച ഒരു ഹദീസിന്റെ കഷ്ണം വെച്ച് വിധി പറയാൻ മാത്രം വിവരദോഷമുള്ളവരല്ല. ഞങ്ങൾ പറഞ്ഞത് കളവാണോ എന്ന് ചോദിക്കും. നിങ്ങൾ പറയുന്നത് ചിലതൊന്നും കളവല്ല, അർദ്ധസത്യങ്ങളാണ്, കാൽ സത്യങ്ങളാണ്. മുക്കാൽ സത്യത്തെ മൂടിവെച്ചും ഒരുപാട് സത്യങ്ങളെ മറച്ചുവെച്ചും അതിനെയൊക്കെ ജനങ്ങളുടെ ചെവിയിൽ എത്താൻ പോലും, നിങ്ങളുടെ അനുയായികളുടെ ചെവിയിൽ എത്താനുള്ള സന്ദർഭം പോലും നൽകാതെ രാഷ്ട്രീയക്കാരൊക്കെ നടത്തുന്നത് പോലെയുള്ള ഒരു തരം പ്രോപ്പഗണ്ട നടപ്പിലാക്കുന്ന രീതിയാണ് വ്യാജ സലഫികൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഈസ ഇബ്നു ജാരിയ ഇവരുടെ മാനദണ്ഡ പ്രകാരം എല്ലാ നിലയിലും ദഈഫായിട്ടും ഷെയ്ഖ് അൽബാനിയും കൂട്ടരും അന്ന് നമസ്കരിച്ച റക്അത്തുകളും 11 എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു മുഹദ്ദിസുകൾ അത് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ മാനദണ്ഡ പ്രകാരം. ആ മാനദണ്ഡം നിങ്ങൾ അംഗീകരിക്കുമോ? എങ്കിൽ നാളെ മറ്റു വിഷയങ്ങൾ വരുമ്പോഴും അതുപോലെ ഉറച്ചു നിൽക്കണം. ഒരു മാനദണ്ഡം പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നിൽക്കുക. നിദാനശാസ്ത്രത്തിൽ ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും അത് നടപ്പിലാക്കുക. നിങ്ങൾ നേരത്തെ തീരുമാനിച്ച തീരുമാനങ്ങൾക്ക് മാറ്റമായിട്ട് വരുമ്പോൾ തള്ളിക്കളയുക, അതിനനുകൂലമായിട്ട് വരുമ്പോൾ സ്വീകരിക്കുക. ഈ രീതി ശരിയല്ല. അതുകൊണ്ട് ഇവരുടെ തിയറി പ്രകാരം, ഇവരുടെ മൻഹജ് പ്രകാരം ആ 3 ദിവസത്തെ റക്അത്തുകൾ എത്രയാണെന്ന് സ്ഥാപിക്കാൻ ഉള്ള ഒരു ഹദീസും അവർ ഹാജരാക്കിയിട്ടേയില്ല. ഇബ്നു ഹിബ്ബാൻ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാകട്ടെ ഈസ ഇബ്നു ജാരിയ എന്ന റാവി ഉള്ളത് കാരണം അത് ദഈഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യവസ്ഥാപിതമായ ജമാഅത്ത് ആക്കിയിട്ടില്ല. എന്നാൽ തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? തങ്ങളോട് രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, സലാത്തുൽ ലൈലി മസ്ന മസ്ന ഫഇദാ ഖിഫ്ത സുബ്ഹ ഫഔതിർ ബിവാഹിദ. 2 നമസ്കരിക്കണം. രാവിലെ ആകുമെന്ന് ഭയപ്പെട്ടാൽ ഒറ്റയിൽ അവസാനിപ്പിക്കണം. 10 കഴിഞ്ഞാൽ ഉടനെ നിർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് കൊണ്ട് സൗദിയിലെ സലഫികളുടെ ഫത്വ കേന്ദ്രമായ സമുന്നത ഫത്വ സമിതിയായ ലജനത്തു ദായിമയും ഹൈഅത്തു കിബാരിൽ ഉലമാഉം ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അബ്ദുൽ ഫഖീഹും ഒരുപാട് മുഹദ്ദിസുകൾ, ഞാൻ സലഫികളുടെ പേര് പറയാൻ കാരണം അവരാണ് ഇതിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുടെ ഇമാമുകളല്ല, അവരുടെ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാരല്ല, സലഫിയത്ത് എന്താണെന്ന് അറിയാത്ത സലഫികൾ. അവർ മുഴുവനും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹിന് കൃത്യമായ എണ്ണം തീരുമാനിച്ചിട്ടില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ല മജ്മൂഉൽ ഫതാവിൽ രേഖപ്പെടുത്തി, മൻ സഅമ അന്നഹു ഖദ് ബുഖിത അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹി അദദുൻ മുഅയ്യനുൻ ലാ യുസാദു ഫീഹി വലാ യുൻഖസു മിൻഹു ഫഖദ് അഖ്തഅ. ആരെങ്കിലും തറാവീഹിന് കൃത്യമായ ഒരു എണ്ണം നബി നിശ്ചയിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കൂടരുത് കുറയരുത് എന്ന് വാദിച്ചാൽ അവന് പിഴവ് പറ്റിയിരിക്കുന്നു, അവന് പിഴച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയും വാക്കുകളും മൗനാനുവാദവും ഖലീഫമാർ നടപ്പിലാക്കിയ സുന്നത്തും ആ സുന്നത്തിന് നബിതങ്ങൾ കൊടുത്ത അംഗീകാരവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുക. അപ്പോൾ നബിതങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കുമ്പോൾ